ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. അല്ല. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. ഏതേതൊക്കെയാണെന്നും ആരാരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവൊത്തതുമായ ബോധം എനിക്കുണ്ട്. അമ്മാമയെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത്. ഏതോ ഒരു തെണ്ടിയെ പിടിച്ച് ഭർത്താവാക്കിയിരിക്കുകയാണ് അവള്. അതിന് നിനക്കെന്താണ് നഷ്ടം? പിന്നെ ആർക്കാ നഷ്ടം? എന്നെ തമ്പ്രാനെന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുറുമ്പന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യോ? ഈ കിളവൻ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ കോവിലകത്തെ ആൾക്കാരുമായി നമ്മൾ കല്യാണത്തിനേറ്റത്. അവരോട് ഇനി എന്ത് പറയും? അതിന് നമ്മൾ എന്താ ചെയ്യാ? അദ്ദേഹം നമ്മളെ വീട് മാത്രം നോക്കാനല്ലേ ഏൽപ്പിച്ചു. വീട് നോക്കാൻ ഞാനെന്താ അയാളുടെ പട്ടിയോ? അമ്മേ, അവര് ഭാര്യ ഭർത്താവൊന്നും അല്ല. അവിടെ ഭയങ്കര വഴക്കാ. അയാള് കട്ടിലും കല്യാണം നിലത്തോ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇത് ഞാൻ തെളിയിക്കും. ഈ കള്ളനെങ്ങാനും അടുത്ത ഇവിടുത്തെ തമ്പുരാനായാൽ എന്റെ അമ്മേ. എന്താടാ? എന്റെ അമ്മേ, എനിക്കത് ആലോചിക്കാൻ വയ്യെന്ന്. നീ ആലോചിക്കണ്ട. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അടിച്ചിന്റെ അയ്യോ, ഇത് ഞാനാ. കുടിക്കാൻ എന്തെങ്കിലും വേണം? വേണ്ട. ആരാവിടെ? ഇത് ഞാനല്ല മുരുക. മാക്രി, എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. ആ എരപ്പയല്ല അവളുടെ ഭർത്താവ് എന്ന് തെളിയിക്കാൻ എന്താണ്ടാ ഒരു വഴി? വഴി ചൊല്ലിക്കൊടുത്താല് തമ്പ്രാനൊക്കെ പറഞ്ഞു പോയി മുടി മുറിക്കാതൊക്കെ കാശ് തരുമാ. വഴി കൊള്ളാമെങ്കില് മുടിയല്ല, നിന്റെ തല വെട്ടാനുള്ള കാശ് ഞാൻ തരാം. നാഗരാജാവാണ് സത്യം. തമ്പ്രാൻ കിട്ട പോട്ടം പിടിക്കുന്ന എഞ്ചിൻ இருக்கா? ക്യാമറയാ? அப்படினாല് രാത്രി அவங்க വെവ്വേറെ പടുക്കറ இல்லையா? പടുക്കறது. അതോടെ ഒരു പോട്ടം പിടിച്ച് പെരിയ തമ്പുരാനെ കാട്ട്. എപ്പടി വിഡി ഐഡിയ ഒരളവുക്ക് പറവായില്ലേ?